അയ്യപ്പനും ശബരിമലയും. ടീച്ചറെ, നമ്മൾ കുറെ കാലമായിട്ട് നമ്മുടെ ശബരിമലയിൽ അയ്യപ്പസ്വാമി അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക, എല്ലാവർക്കും ഏറ്റവും പ്രിയപ്പെട്ട എല്ലാ സ്ഥലങ്ങളിൽ നിന്നും ഒരുപാട് ആൾക്കാർ മണ്ഡലകാലത്ത് പല വ്രതങ്ങൾ, പല രീതിയിലുള്ള വ്രതങ്ങൾ എടുത്താൽ വരുന്നത്. കേരളത്തിലുള്ളവരാണ് ചിലപ്പോൾ എന്താ പറയുക 41 എടുക്കും, 7 എടുക്കും, 21 എടുക്കും. കേരളം വിട്ടു കഴിഞ്ഞാൽ പല സ്റ്റേറ്റുകളിലും 41 ദിവസം ചപ്പൽ പോലും ഉപയോഗിക്കാതെ, അല്ലെ, പൂർണ്ണമായിട്ടും ഇന്ന് ഒരു ക്രിമിനൽ മെന്റാലിറ്റി ഉള്ള ഒരാള് നാളെ മാലയിടമും പൂർണ്ണ സ്വാമിയായി മാറുന്നു, അല്ലെ. ക്രിമിനൽ മെന്റാലിറ്റി എന്ന് പറഞ്ഞത് പല ആൾക്കാർക്കും പല രീതിയിൽ കൂടെയാണ് പല കാര്യങ്ങൾ നടന്നു പോകുന്നത്. ആ സമയത്ത് അവരുടെ ഒരു ജീവിതത്തിന്റെ ഒരു ചുറ്റുപാടൊക്കെ അങ്ങനെ അവരെ ആക്കി തീർക്കുന്നത്. ജീവിത ശൈലി കൊണ്ട് അങ്ങനെ ആയി തീർന്നവർ ശബരിമലയുടെ ആ മാല ശരീരത്തിലേക്ക് കയറുമ്പോൾ അന്ന് മുതൽ സ്വാമിയായി മാറുകയാണ്. അത് ഇന്ന് വേറെ ഒരിടത്തും കാണാത്ത ഒരു അത്ഭുത പ്രതിഭാസമാണ്. ഈ നമുക്ക് ഏറ്റവും അടുത്ത്, നമ്മൾ ഏറ്റവും ഭാഗ്യവാന്മാരാണ് കേരളത്തിനകത്ത് ജനിക്കുകയും, അല്ലെ. അത് വേറെ ആർക്കും കിട്ടാത്ത മഹാഭാഗ്യങ്ങളിലൊന്നും. ഉറപ്പായിട്ടും അതെ. കേരളത്തിൽ ജനിക്കുക, ജീവിക്കുക എന്ന് പറയുന്നത് ശരിക്കും മനുഷ്യ ജന്മത്തിന്റെ ഏറ്റവും വലിയൊരു ഭാഗ്യമാണ്. അത് ഏത് അവസ്ഥ അതൊക്കെ പിന്നത്തെ കാര്യം. അതെ അതെ അതെ. സോ അപ്പോ നമുക്ക് എന്തായാലും ഈ അയ്യപ്പ സ്വാമി അല്ലെങ്കിൽ ശബരിമലയുടെ 41 ദിവസ വ്രതം ഒന്ന് പറയാമോ? ഉറപ്പായിട്ടും. കാര്യം എന്നും എല്ലാ കാര്യങ്ങളും അറിയാമെങ്കിലും അറിഞ്ഞുകൂടാത്ത ഒരുപാട് കാര്യങ്ങൾ ഒരു സൈഡിലുണ്ട്. എന്താണ് ശബരിമലയിൽ പോയി ചെയ്യേണ്ടത്, 41 ദിവസം വ്രതം എടുക്കേണ്ട ആവശ്യമുണ്ടോ? അപ്പൊ എന്നും അറിയാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് കാര്യങ്ങളുടെ കൂട്ടത്തിലാണ്. തീർച്ചയായിട്ടും. നമ്മളുടെ മണ്ഡലം മകരവിളക്കൊക്കെ അടുത്ത് വരികയായി. വൃശ്ചിക മാസത്തിൽ മണ്ഡലകാലത്ത് ശബരിമല സന്ദർശനം ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ച് ഇനി തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ മാലയിട്ട് വ്രതം തുടങ്ങേണ്ട കാലമായി. അപ്പൊ ഉചിതമായിട്ടുള്ള ഒരു സമയത്ത് തന്നെയാണ് നമ്മൾ ഇങ്ങനെ ഒരു ടോപ്പിക് ചർച്ചയ്ക്ക് എടുത്തത്. അപ്പോ ഈ ശബരിമല ധർമ്മശാസ്താവ് എന്ന് പറയുന്നത്, അതുപോലെ മണികണ്ഠസ്വാമി, അയ്യപ്പൻ എന്നൊക്കെ പറയുന്നത്, ഈ മണികണ്ഠ സ്വാമിയുടെ ഒരു ഉത്ഭവ ചരിത്രം അല്ലെങ്കിൽ അത് കഥകളായിട്ടാണ് നമുക്ക് വരുന്നത്. അത് ചരിത്രപരമായിട്ട് തന്നെ അത് സത്യമാണ് എന്നുള്ളതാണ്. അപ്പൊ പന്തളം കൊട്ടാരവുമായിട്ടൊക്കെ ഈ മണികണ്ഠന്റെ ഒരു ബന്ധം ഒക്കെ. അപ്പോ ഹരിഹരപുത്രനായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്, ഹരിയുടെയും ഹരന്റെയും. അതായത് സൃഷ്ടിക്ക് കാരണക്കാരനായിട്ടുള്ള ആ സാക്ഷാൽ ആദി നാരായണന്റെയും അതേപോലെ സംഹാരത്തിന്റെ അധികാരമുള്ള മഹാദേവന്റെയും ഈ രണ്ട് ചൈതന്യം കൂടെ ഒരുമിച്ച് ചേർന്നതാണ് ഈ മണികണ്ഠനായിട്ട് പിറന്നത് എന്നാണ് പറയുന്നത്. അപ്പോ സൃഷ്ടി മുതൽ സംഹാരം വരെയും അതിൻ്റെ ഇടയിലുള്ള സകലതും ഇതിനകത്ത് ഉൾപ്പെടുകയാണ് ചെയ്യുന്നത്. അതാണ് ഈ രണ്ട് ചൈതന്യങ്ങളും. കൂടാതെ നമ്മൾ പറയും സർവേശ്വര സാന്നിധ്യമാണ് വ്യാഴത്തിൽ എന്ന് പറയും. വ്യാഴമാണ് വിഷ്ണു പ്രതീകമായിട്ടുള്ളത്. അപ്പോൾ സർവേശ്വര കാരകത്വവും ഉണ്ട്, അതേപോലെ സൃഷ്ടിയുടെയും അതിന്റെ നടുക്കാണ് സ്ഥിതി വരുന്നത്. പിന്നീടാണ് സംഹാരകാരകത്വം വരുന്നത്. അപ്പോ നമ്മൾ പറയും സൃഷ്ടി ബ്രഹ്മാവിന്റെ ആണെന്ന് പറയുമെങ്കിലും ബ്രഹ്മാവിന്റെ സൃഷ്ടി വരുന്നത് ഈ സാക്ഷാൽ ആദിനാരായണന്റെ നാഭി പത്മത്തിൽ നിന്നാണ്. നാഭിയിൽ നിന്ന് വന്ന ആ താമരയിൽ ബ്രഹ്മാവിനെ സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോ സൃഷ്ടിയുടെ ആത്യന്തികമായിട്ടുള്ള കാരണക്കാരൻ ഈ നാരായണൻ തന്നെയാണ്. അപ്പോ ഈ സൃഷ്ടിയുടെയും സംഹാരത്തിന്റെയും ഇടയിലുള്ള സ്ഥിതി, നിലനിൽപ്പ് കഴിഞ്ഞിട്ടാണല്ലോ സംഹാരം വരുന്നത്. അപ്പൊ ഈ ഭൂമിയിലെ ജനനം മുതൽ നമ്മുടെ മോക്ഷം വരെയുള്ള കാലയളവിന്റെ ഒരു അധികാരിയായിട്ടാണ് സാക്ഷാൽ ധർമ്മശാസ്താവിനെ നമ്മൾ കണക്കാക്കുന്നത്. അപ്പോ ഇനി മണികണ്ഠ ഈ രണ്ട് ചൈതന്യത്തിന്റെയും കൂടി ചേർന്നതാണ് മണികണ്ഠനായിട്ട് പിറക്കുകയും പന്തള രാജാവ് മക്കളില്ലാതെ ഏറെ കാലം ഈശ്വര വിചാരത്തോടു കൂടി ജീവിച്ചിരുന്ന പന്തള രാജാവിന് കുമാരനെ കിട്ടുകയും അങ്ങനെ വളർത്തി കൊണ്ടുവന്ന് രാജകുമാരനായിട്ട് തന്നെ വളർത്തി കൊണ്ടുവന്ന് സാധാരണ ഒരു കുട്ടി നല്ല വീര്യവും ശൗര്യവും ജ്ഞാനവും ബുദ്ധിയും ഒക്കെയുള്ള നല്ലൊരു മകനായിട്ട് വളർത്തിക്കൊണ്ടുവന്ന് ആ കാലഘട്ടത്തിലാണ് മഹിഷിയുടെ ഉപദ്രവം രാജ്യത്തുണ്ടാകുന്നത്. മഹിഷി എന്ന് പറയുമ്പോഴേക്കും അപ്പൊ നമുക്ക് ഇന്ന് ആ ഒരു കൺസെപ്റ്റ് ഒക്കെ ഇന്നത്തെ യുക്തിബോധത്തിന് നിരക്കുന്നതല്ല. മഹിഷിയുടെ, അതായത് ഈ എരുമയുടെ തലയുള്ള ഒരു രാക്ഷസി അല്ലെങ്കിൽ ഒരു ആസുരീയമായിട്ടുള്ളത്, അതിപ്പം കായികമായിട്ട്, അതായത് ശാരീരികമായിട്ട് അത് എരുമയുടെ തലയും മനുഷ്യന്റെ ഉടലും ഒന്നും കണക്കാക്കണം എന്നില്ല. അതിന്റെ ഒരു പ്രകൃതം എന്ന് പറയുന്നത് ഒരു കാട്ടുപോത്തിന്റെയൊക്കെ ഒരു
ഒരു ദുഷ്ടത്തരം. കാരണം അവറ്റേക്ക് മൃഗീയമായിട്ടുള്ള വാസനകൾ എന്ന് നമ്മൾ പറയില്ലേ. ഇപ്പൊ ന്യായമോ അന്യായമോ ഒന്നുമില്ല, കരുണയില്ല, ആർദ്രതയില്ല, സ്നേഹമില്ല, അത്തരത്തിലുള്ള കണ്ണിൽ കാണുന്നതിനെ മുഴുവൻ തട്ടിത്തെറിപ്പിക്കുകയും ഇല്ലാതെയാക്കി നശിപ്പിക്കുകയും അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു ആസുരീയത വർദ്ധിച്ച ഒരു ദുഷ്ടശക്തിയെ ഇല്ലാതെയാക്കുവാൻ, അത് ഒന്നോ ഒന്നിലധികമോ ഉണ്ടാകാം, കാരണം അവരുടെ അനുയായികളൊക്കെ ഉണ്ടായിട്ടുണ്ടാകാം. ആ ഒരു എന്തായാലും ഈ മഹിഷിയെ നിഗ്രഹിക്കുവാനായിട്ടാണ് ഈ മണികണ്ഠന്റെ അവതാരം എന്നാണ് പറയുന്നത്. അങ്ങനെ ഈ കുട്ടി വളർന്ന് വലുതായി. അപ്പൊ മണികണ്ഠ സ്വാമിക്ക് അദ്ദേഹത്തിന് അത് നിശ്ചയമുണ്ട്, ഞാൻ എന്താണ് എന്റെ അവതാരോദ്ദേശം എന്താണെന്നൊക്കെ നിശ്ചയമുണ്ട്. അതുകൊണ്ട് തന്നെ എന്നെ മകനായിട്ട് വളർത്തിക്കൊണ്ടുവന്ന മകൻ തന്നെയാണ്, ഒരു ഭേദമൊന്നും ഉണ്ടായിട്ടില്ല. സ്വന്തം മകൻ എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ് രാജാവും രാജ്ഞിയും വളർത്തിക്കൊണ്ടുവന്നത്. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഈ തന്റെ ആഗമനോദ്ദേശം മുഴുവനും നടത്തിയതിന് ശേഷം, അതായത് നമ്മൾ ജീവിതത്തിന്റെ ലക്ഷ്യം പൂർത്തിയായി, മനുഷ്യനായിട്ട് ജനിച്ചതിന്റെ ലക്ഷ്യം പൂർത്തിയായി കഴിഞ്ഞപ്പോഴേക്കും ഇദ്ദേഹത്തിന് ഇനി വിലയം പ്രാപിക്കാനുള്ള ഒരു ടൈമായി. അതിനു മുന്നേ തന്നെ തന്റെ അച്ഛനമ്മമാർക്ക് സങ്കടമില്ലാതിരിക്കാൻ, രാജ്യത്തിന് ഇനിയൊരു അവകാശം ഉണ്ടാകാനായിട്ട് അവിടെ അന്ന് വരെ മക്കളില്ലാതിരുന്ന ഈ അച്ഛനമ്മമാർക്ക് ഒരു കുട്ടി ജനിക്കുകയും മണികണ്ഠന് ഒരു അനിയൻ ഉണ്ടാവുകയും അതിനുശേഷം ഇദ്ദേഹം തപസ്സിനായിട്ട് ആഗ്രഹിക്കുകയാണ് ചെയ്യുന്നത്. രാജകൊട്ടാരത്തിൽ നിന്നും അല്ലെങ്കിൽ അടുത്ത രാജാധികാരം ഇദ്ദേഹത്തിൽ വരേണ്ടതാണ്. ആ അധികാരം വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല, ഇതൊന്നും ഇട്ടെറിഞ്ഞു പോകാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ബുദ്ധന്റെയൊക്കെ കഥ പറയുമ്പോൾ പറയും, രാജകൊട്ടാരത്തിലെ എല്ലാ സുഖഭോഗങ്ങളിൽ നിന്നുമാണ് ഒരു പാതിരാത്രിയിൽ അദ്ദേഹം വിവാഹം കഴിക്കുകയും കുഞ്ഞുണ്ടാവുകയും ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഒരു പാതിരാത്രിയിൽ എല്ലാം ഉപേക്ഷിച്ചിട്ട് പോയി എന്ന് പറയും. കാരണം ഇത് നമ്മൾ ചരിത്രത്തിൽ പഠിക്കുന്നതാണ്, നമ്മളുടെ ഹിസ്റ്ററിയിൽ പഠിക്കുന്നതാണ്. അയ്യപ്പന്റെ ചരിത്രത്തിൽ നമ്മൾ പഠിക്കുന്നില്ല. ഇതിങ്ങനെ വൈതാരിയായിട്ട് വാമൊഴിയായിട്ട് പരമ്പരയായിട്ട് പറഞ്ഞു വരുന്ന കഥകൾ മാത്രമേ നമുക്കുള്ളൂ. അപ്പോ അവിടെ എല്ലാ സുഖഭോഗങ്ങളും ഉപേക്ഷിച്ചു പോയ ബുദ്ധൻ എന്ന് പറയുന്നത് പോലെ ഇവിടെയും അതെ, ഇദ്ദേഹം വിവാഹമൊന്നും ചെയ്തിട്ടില്ല, അത്രയ്ക്കുള്ള പ്രായമൊന്നും ആയിട്ടില്ല. അപ്പോ അതിനൊക്കെ മുന്നേ തന്നെ തന്റെ ആഗമനോദ്ദേശം അതല്ലെങ്കിൽ മനുഷ്യനായിട്ട് ഇവിടെ ജനിച്ചതിന്റെ ലക്ഷ്യം പൂർത്തിയാക്കി കഴിഞ്ഞപ്പോഴേക്കും പരിപൂർണമായിട്ട് സന്യാസം എന്ന രീതിയിലേക്ക് അദ്ദേഹം അച്ഛനെ വിളിച്ചിട്ട് പറയുകയാണ് ചെയ്യുന്നത്, ഞാനിങ്ങനെ ധർമ്മശാസ്താവിലേക്ക് വിലയം പ്രാപിക്കാൻ പോവുകയാണ്. അതാണ് അയ്യപ്പനും ഈ ശാസ്താവും തമ്മിൽ എന്താ ബന്ധം എന്താ ഭേദം എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാല്, ഇപ്പം മഹാവിഷ്ണുവിന്റെ അവതാരമാണ് ശ്രീകൃഷ്ണനും ശ്രീരാമനും എന്നൊക്കെ പറയുന്നത് പോലെ ധർമ്മശാസ്താവിന്റെ അവതാരം എന്ന് പറയാം. അതല്ലെങ്കിൽ ഈ മണികണ്ഠസ്വാമി അയ്യപ്പൻ പോയിട്ട് ധർമ്മശാസ്താവിലേക്ക് ലയിക്കുകയാണ് ഉണ്ടായത്. ചെറിയൊരു വ്യത്യാസമുണ്ട്. ധർമ്മശാസ്താവ് എന്ന് പറയുന്നത്, ധർമ്മശാസ്താവിന് ഭാര്യയുണ്ട്, പുത്രനുണ്ട്, ഇങ്ങനെയൊക്കെയാണ് ആ ധ്യാന ശ്ലോകത്തിൽ അങ്ങനെയൊക്കെയാണ് പറയുന്നത്. അപ്പോ പ്രഭയുണ്ട്, ഭാര്യയായിട്ട് പ്രഭയുണ്ട്, സത്യകൻ എന്ന അങ്ങനെ ഒരു പേരിലുള്ള ഭാര്യയോ മകനോ ഒക്കെ അങ്ങനെയൊക്കെ ഉണ്ട്. അതേസമയം മണികണ്ഠസ്വാമിക്ക് അതൊന്നും ഇല്ല, അദ്ദേഹം അവിവാഹിതനാണ്. എന്തായാലും ഈ സുഖഭോഗങ്ങളെല്ലാം ഉപേക്ഷിച്ചിട്ട് ശബരിമലയിൽ, അതിനു മുന്നേ തന്നെ ഈ ശബരിയൊക്കെ വളരെ പ്രസിദ്ധമാണ്. രാമായണത്തില് ശ്രീരാമൻ ശബരി ആശ്രമ പ്രവേശമൊക്കെ പറയുന്നുണ്ട്. ആ കാലഘട്ടത്തിൽ തന്നെ ഈ ശബരി എന്നുള്ള പേരും ഈ ശബരിയുടെ സങ്കേതവും ഒക്കെ വളരെ പ്രസിദ്ധമാണ്. അപ്പോ നേരത്തെ തന്നെ അവിടെ വൈഷ്ണവ ചൈതന്യം ഉള്ള ഇടമാണ് അത് ഈ ശബരിമല. അവിടേക്ക് തന്നെയാണ് ഈ നമ്മുടെ മണികണ്ഠസ്വാമിയും പോകുന്നത് തപസ്സിരിക്കാൻ എന്നുള്ള മട്ടിൽ. അല്ലെങ്കിൽ ഇനി അച്ഛൻ എന്നെ കാണാൻ അങ്ങോട്ട് വന്നാൽ മതി എപ്പോ വേണമെങ്കിലും എന്ന് പറഞ്ഞാൽ എല്ലാ കാലത്തും അങ്ങോട്ട് കയറി പോകാനും പറ്റില്ല. വനമാണത്, മലയാണ്, വനമാണ്. അപ്പോ ഇങ്ങനെയാണ് ഈ മണികണ്ഠസ്വാമി ധർമ്മശാസ്താവായിട്ട് ശബരിമലയിൽ കുടിയിരിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിലെ വലിയൊരു മാറ്റങ്ങൾക്ക് വേണ്ടി അബാക് ജ്യോതിഷം നിങ്ങളോടൊപ്പമുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന ഏതു തരം ജ്യോതിഷപരമായ, പൂജാപരമായ അല്ലെങ്കിൽ വാസ്തു സംബന്ധമായ എന്താവശ്യങ്ങൾക്കും അബാക് ജ്യോതിഷത്തിലെ കൺസൾട്ടന്റുമായിട്ട് നിങ്ങൾക്ക് സംസാരിക്കാൻ ഈ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. അതിലുപരി ജ്യോതിഷപരമായ പുതിയ അറിവുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ഈ പറയുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട ആവശ്യമില്ല. താങ്ക് യു.